LSD, MDMA എന്നൊക്കെ പറയുന്ന സാധനം. ഒരു ഉള്ളം കൈയിന്റെ അകത്ത് അടക്കി പിടിക്കാവുന്ന സാധനം 3-4 പേർക്ക് 10-12 മണിക്കൂർ നേരം ലഹരി കൊടുക്കത്തക്ക രീതിയിലേക്ക് ലഹരി പദാർത്ഥങ്ങളുടെ വിപണി വികസിച്ചു. എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ പോലീസിനും എക്സൈസിനും ഒക്കെ അത് കണ്ടെത്താൻ പ്രയാസം. 4 ആൾക്ക് കുടിക്കാനുള്ള മദ്യവുമായി പോയപ്പോൾ അതിന് കുപ്പിയും ഗ്ലാസും ഇതുപോലൊരു പാത്രത്തിൻ്റെ അകത്ത് അതിനേക്കാൾ കൂടുതൽ മദ്യത്തേക്കാൾ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ട്. ഇതുമായി താങ്ങി പിടിച്ചു പോകുന്നവനെ പിടിക്കാൻ എളുപ്പമായിരുന്നെങ്കിൽ 4 പേർക്ക് ഉപയോഗിക്കാനുള്ളത് കയ്യിന്റെ ഉള്ളടിയിൽ വിരലിന്റെ ഇടയിൽ വെച്ച് പോകുന്ന ആളെ നമ്മൾ എങ്ങനെ തപ്പിപ്പിടിക്കും? 3 കോടിയുടെ മയക്കുമരുന്നുമായി വരികയെന്ന് വിമൾ വിചാരിക്കും കുറെ കൊട്ടക്കണക്കിന് സാധനം ഉണ്ട് എന്നുള്ളത്. അതിന് മാത്രമൊന്നുമില്ല. ഒരു ചെറിയ ബാഗിന്റെ ഉള്ളിൽ ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെക്കാവുന്ന സാധനം. ഈ രീതിയിലേക്ക് അവരതിനെ ഉപയോഗപ്പെടുത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ. ഈ വികാസം നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ അപ്പോഴും അവിടെ തന്നെ അങ്ങോട്ട് നിന്നു. നമ്മുടെ കുട്ടികൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളിലേക്കൊക്കെ പോയപ്പോൾ നമ്മളോ പഴയ രീതി തന്നെ നിന്നു. കുട്ടികളോട് നമ്മൾ പറഞ്ഞു ഇത് ഉപയോഗിക്കരുത്, പ്രശ്നമാണ്, കുഴപ്പമാണ് എന്നതിനപ്പുറം ഒരു പഠനത്തിന്റെ രീതിയിലേക്ക് നമ്മൾ പോയില്ല. നേരത്തെ പറഞ്ഞ മോനൊക്കെ നല്ല കുട്ടിയായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു?